പശ്ചിമഘട്ടം സംരക്ഷിക്കണം. വയനാട്, തേക്കടി, ഇടുക്കി തുടങ്ങിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കണം എന്നും അവിടെ നീർത്തടങ്ങളും നീർച്ചാലുകൾ, കുന്നുകളും മലകളും ഇടിച്ചു നിർത്തി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുവാൻ പാടില്ല എന്ന് ശക്തമായ നിലപാടെടുത്ത മുൻ എംപിയും MLA യുമായിരുന്ന അന്തരിച്ച ശ്രീ PT തോമസ് അന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ആവശ്യപ്പെട്ട പ്രകാരം അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്ന ശ്രീ മാധവ് ഗാഡ്ഗിലിനെ അയക്കാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം അത് പഠിച്ച് അതിന്റെ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് മൻമോഹൻ സിംഗിന് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്തരിച്ച ശ്രീ PT തോമസ് MLA യുടെ നിർദ്ദേശപ്രകാരം ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുന്നത് മൂലം അവിടെ പരിസ്ഥിതി അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ഈ കുന്നുകളും മലകളും എല്ലാം ഇടിഞ്ഞ്, നീർത്തടങ്ങളും എല്ലാം ഇടിഞ്ഞ് അത് പരിസ്ഥിതിക്ക് അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്ന ഈ നടപടിക്കെതിരെയാണ് അന്ന് ശ്രീ PT തോമസ് ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിച്ച പ്രകാരമാണ് ശ്രീ മൻമോഹൻ സിംഗ് എൻ്റെ ഗവൺമെന്റ് ശ്രീ മാധവ് ഗാഡ്ഗിലിനെ കേരളത്തിലേക്ക് അയച്ചത്. അദ്ദേഹം അവിടെ പോയി പഠിച്ചു. വയനാട്, ഇടുക്കി ജില്ലകളിൽ പോയി പഠിച്ച് ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശങ്ങളെല്ലാം, ഈ മലകളും കുന്നുകളും നീർത്തടങ്ങളും എല്ലാം വളരെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. അവിടെ യാതൊരുവിധ കോൺക്രീറ്റ് പാളികളോ കോൺക്രീറ്റ് ബിൽഡിങ്ങോ പാടില്ല. ഇത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് എഴുതി അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തു. ഇപ്പോൾ 2013 ഈ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടുകൾ പറയുന്ന പ്രകാരമാണ് ഇങ്ങനെയുള്ള ലോലപ്രദേശങ്ങൾ, പരിസ്ഥിതി ലോലപ്രദേശങ്ങളിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല. അതിനോടൊപ്പം തന്നെ 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒറ്റുകൊടുത്ത ഒരു പാർട്ടിയാണ് LDF. ആ പാർട്ടിയുടെ നിലപാട്, ആ പാർട്ടി അതിനുശേഷം അധികാരത്തിൽ വന്നു. പക്ഷേ ഇതിന് ഒരു ചെറുവിരൽ ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ അവർ തയ്യാറായില്ല. അവർ യഥേഷ്ടം അവിടെ ഈ കുന്നുകളും മലകളും പാടങ്ങളും എല്ലാം നശിപ്പിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി കൊടുത്തതിന്റെ പരിണത ഫലമാണ് ഇന്ന് നമ്മൾ ഈ വയനാട്ടിൽ കണ്ട് ഈ ശക്തമായ ഈ ദുരന്തം. 250 പേര് മരിക്കാനുണ്ടായ സന്ദർഭം. ഇന്നലെ രാത്രി 1:30 മണിക്ക് ഒരു പ്രദേശമാകെ, ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ ആ പ്രദേശമാകെ ഒലിച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടത്. ഇത് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്രഹ്മയുഗം മാത്യൂസ്.